മനസ്സിലാക്കാൻ. ഹമാസിന്റെ ഒക്കെ ഫൗണ്ടിങ് ചാപ്റ്ററിൽ അവർ പറയുന്നത് അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ശത്രു രാജ്യത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. പിന്നെ ഇവരുടെ തന്നെ പല ഉം. നേതാക്കന്മാരുടെയും പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടപ്പോൾ ഇത് കേവലം ഇസ്രായേലിൽ തീരുന്നില്ല, മറിച്ച് ലോകമെമ്പാടും ഇവരുടെ ഈ ഉം. ഐഡിയോളജി വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ട്. എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ഉം. ആയിട്ടുള്ള ഒരു മോട്ടീവിന്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉം. മാത്രമാണ് ഇസ്രായേൽ. അത് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഉം. തീരുന്നു എന്നല്ല, അതിനെ ലോകത്തെമ്പാടും വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമമാണ്. ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള ടെററിസ്റ്റ് ഡിസൈൻ ആണ്. ഏതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ഉം. സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ അവരുടെ ആശയം ലോകമെമ്പാടും വ്യാപിപ്പിക്കുക എന്നതിന്റെ പേരിലാണ് ഇവർ ടെററൈസ് ചെയ്യുന്നത്. ആശയം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനായിട്ട് ഉം. കഴിയും. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP, ഇതൊക്കെ ആശയങ്ങളാണ്. ആ ആശയം പ്രചരിപ്പിക്കുന്നതിന് ഇവർ ടെറർ ഉം. ചെയ്തതിന്റെ കാര്യമില്ല. കാരണം അത് ആൾക്കാരിലേക്ക് പീപ്പിൾ ടു ഉം. പീപ്പിൾ കമ്മ്യൂണിക്കേഷൻ, ലാർജ് ക്യാമ്പയിൻസ് അതുവഴി പോവുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോയി ആൾക്കാരെ വെടിവെച്ച് കൊന്ന് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇനി നിങ്ങൾ വരുന്നത് സേഫ് അല്ല എന്നൊരു ലക്ഷ്യം നിങ്ങൾ, അങ്ങനെ ഒരു മെസ്സേജ് ആണ് നിങ്ങൾ കൺവേ ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആശയം പറഞ്ഞത് സാധിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അവർ വന്നിട്ട് ഉം. കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭാഗമാണ് എന്നോ അല്ലെങ്കിൽ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാകണം, ഓട്ടോണമി ഉണ്ടാകണം എന്നുള്ള ഒരു ആശയം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് അധികം ആൾക്കാർ ഉണ്ടാവില്ല എന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആൾക്കാർ തോക്കുകളുമായിട്ട് വന്നിട്ട് വെടിവെച്ചു കൊല്ലുന്നത്. അങ്ങനെയെങ്കിലും അവിടെ നിന്ന് ആൾക്കാരെ മാറ്റി ഉം. നിർത്തുക, ഭയം കൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക, ഇതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ ഭയം ഉണ്ടാക്കുന്നതിന്റെ പേരിലാണ് തീവ്രവാദം, ഭീകരവാദം, ടെററിസം എന്നുള്ള പേര് തന്നെ അതിനുണ്ടാകുന്നത്. അതല്ലാതെ നേരിട്ടുള്ള ഒരു ഐഡിയോളജി വഴി അത് ഒരിക്കലും പ്രചരിപ്പിക്കാൻ കഴിയാത്ത ആശയമാണ്. ഈ ഹമാസിനെ ന്യായീകരിക്കുന്ന ഉം. നിരവധി ആൾക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇസ്രായേലിന്റെ അഗ്രഷൻ എന്നാണ് പറയുക, ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള അതെ. ചെറുത്തുനിൽപ്പാണെന്നാണ് അവർ പറയുക. ഇതേ ആൾക്കാർ ഇന്ത്യയും പാകിസ്ഥാനും അതെ. തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ പറഞ്ഞെന്താണ്? അയ്യോ, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, നമ്മൾ ഇതിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഹമാസിന് അടി കിട്ടിയാൽ ഹമാസിന് തിരിച്ചടിക്കാം എന്നവർക്ക് പറയാം. പക്ഷെ ഇന്ത്യക്ക് അടി കിട്ടിയാൽ ഇന്ത്യ ഉം. തിരിച്ചടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ ലോയൽറ്റിയാണ്. നിങ്ങൾ ആരോടൊപ്പമാണ് ഉം. നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുക, നിങ്ങളത് എഴുതിയിടുകയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഉം. അഭിപ്രായമൊക്കെ പറയാം. നിങ്ങളൊരു പ്രതിപക്ഷ പാർട്ടി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ വാഴ്ത്തുപാട്ടുകളും നിങ്ങൾക്ക് പറയാം.